തിരുവനന്തപുരത്തേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ വെഞ്ഞാറമൂട്ടിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികനായ യുവാവിനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വെമ്പായം സിയോൺ കുന്ന് സ്വദേശി നിജിനാണ് പരിക്കേറ്റത്. എം ജി പ്രതീഷ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാനുണ്ട്. പ്രതീഷ്, എതിർദിശയിൽ നിന്ന് അമിത വേഗതയിലാണ് ആ കാറ് വരുന്നത്. നിയന്ത്രണം വിട്ട ബൈക്കിലത് ഇടിക്കുകയാണ്. ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോൾ ഉണ്ടായ അപകടമാണ്? എന്താണ് സംഭവിച്ചത് പ്രതീഷ്? ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ CCTV ദൃശ്യങ്ങൾ വളരെ നടുക്കം ഉണ്ടാക്കുന്നതാണ്. ഇന്നലെ രാത്രിയാണ് വെഞ്ഞാറമൂട് സംസ്ഥാന പാതയിൽ വാഹനാപകടം ഉണ്ടാകുന്നത്. ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവാവിനെ എതിർദിശയിൽ നിന്ന് അമിത വേഗതയിലെത്തിയ കാർ വന്ന് ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും. വെമ്പായം സിയോൺ കുന്ന് സ്വദേശിയായ 21 വയസ്സുകാരൻ നിജിനാണ് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. വെഞ്ഞാറമൂട് വയ്യേറ്റ് ജംഗ്ഷനിലായിരുന്നു അപകടം ഉണ്ടായത്. ഈ കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് ഈ വെഞ്ഞാറമൂട്ടിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തലയ്ക്കുൾപ്പെടെ പരിക്കുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ അപകടമാണ് ഉണ്ടായത്. പക്ഷേ ഈ കാറാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്രത്തോളം അമിത വേഗതയിലായിരുന്നു കാർ ഉണ്ടായിരുന്നത്. ശരി പ്രതീക്ഷ, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.